ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഉപ്പ് ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഉപ്പ് ഞാൻ മാവിൽ ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇളക്കി വെച്ചേക്കുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഞാനിപ്പോൾ 1.5 കപ്പിലേക്ക് ഒരു കോഴിമുട്ട എടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഒട്ടും നിർബന്ധമില്ല, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ്നെസ് തോന്നാറുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കഴിക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചേർക്കരുത് കേട്ടോ. നല്ല ഒന്ന് മൈദയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് തിളച്ചിരിക്കണ പാലാണ് കേട്ടോ. അതായത് ചപ്പാത്തിക്ക് കുഴക്കണേലും വിട്ടിട്ട് കുറച്ച് ലൂസായിട്ട് നമുക്ക് ഇരിക്കണം. അത് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഏത് രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിലും ഒരു കട്ടിക്ക് ഇരിക്കരുത് മാവ് കുഴച്ചത് കേട്ടോ. നല്ല തിളച്ച പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. മതി കേട്ടോ, ഇത്രയും മതി. ഇനി നമ്മുടെ കൈ വെച്ച് തന്നെ സഹിക്കാവുന്ന ചൂടേ ഉള്ളൂ കൈയിനൊക്കെ. അപ്പം നമ്മുടെ കൈ വെച്ച് തന്നെ നല്ല ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇതേപോലെ ഇരിക്കണം, അങ്ങനെ പശപ്പെടുത്താൻ പോലെ. കൂടുതൽ വെള്ളം ആവരുത്. എന്നത് ഈ ഒരു കണക്കിന് നല്ല ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക എല്ലായിടത്തേക്കും. ഇനിയാണ് ഓയിൽ കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് വിടാവുന്ന പാകത്തിന് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ. അത് ഇത്തിരി കൂടിയാലും പ്രശ്നമില്ല, കുറഞ്ഞാലും പ്രശ്നമില്ല. നമ്മുടെ കൈമന്നൊക്കെ ഒന്ന് വിടിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഒന്ന് കൈ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ, എന്നിട്ട് കുഴക്കാം. അല്ലെങ്കിൽ നമ്മൾ എത്ര കുഴച്ചാലും കൈമ തന്നെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. കൈ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. നമ്മുടെ കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴക്കുമ്പോൾ നമ്മുടെ കൈമയ്ക്ക് പൊട്ടി വരില്ല. അല്ലെങ്കിൽ നമ്മുടെ കൈ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും കൈമയ്ക്ക് തന്നെ ഒട്ടി തുടങ്ങും. കണ്ടോ, ഇനിയിപ്പോൾ ഇത് നമ്മുടെ കൈമയ്ക്ക് ഒട്ടി വരില്ല. ഓയിലുണ്ട്, ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കുക. എറിഞ്ഞ് ഒന്ന് പദം വരുത്തിയാൽ മതി. കാരണം നല്ല സോഫ്റ്റ് ഉള്ള മാവല്ലേ, വെള്ളത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് പാലിൻ്റെ ഇതുള്ളതുകൊണ്ട് നല്ല ഇറങ്ങി പതാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ നല്ല ചൂടുള്ള പാല് ചേർത്തതുകൊണ്ട്. നിങ്ങൾക്ക് നല്ല വെള്ള കളറിലുള്ള തൂവെള്ള പൊറോട്ട വേണ്ടെങ്കിൽ നിങ്ങൾ മുട്ട ചേർക്കണ്ട. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൊരിഞ്ഞിട്ടുള്ള കളറുള്ള ഒരു യെല്ലോയിഷ് ടിൻ്റ് ആയിട്ടുള്ള ഒരു തരം പൊറോട്ടയില്ലേ, നല്ല എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. അതുപോലെ ആ മൊരിഞ്ഞ ടേസ്റ്റൊക്കെ എനിക്കിഷ്ടം. നിങ്ങൾക്ക് തൂവെള്ളയാണ് ഇഷ്ടമെങ്കിൽ മുട്ട ചേർക്കണ്ട, ഒരു നിർബന്ധമില്ല മുട്ട ചേർക്കാൻ. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ. ഇതിൻ്റെ അടിവശത്ത് കുറച്ചിങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ആ പൊറോട്ടയുടെ ഈ മാവ് ഇത് കുടിക്കൊന്നുമില്ല, നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് ഈ ഓയിൽ തന്നെ എടുത്തിട്ട് പൊറോട്ടയുടെ ബാക്കിയുള്ള പരത്തിലും പണികളൊക്കെ ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ ഓയിലിൽ അവിടെ കിടക്കട്ടെ കേട്ടോ. പരമാവധി ഇങ്ങനെ പരത്തി പാത്രത്തിനടിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, ഇതിങ്ങനെ മുങ്ങിയിരിക്കട്ടെ. നമുക്ക് മൂടി വയ്ക്കാം. സമയമില്ലാത്തവർക്ക് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാക്കാം. സമയമുള്ളവർക്ക് എത്രയോ നേരം വെക്കണോ അത്രയും നല്ലതാണ് ഇങ്ങനെ വെച്ചാൽ. അപ്പം ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല അടിപൊളിയായിട്ട് വരും 5 മിനിറ്റ് കഴിഞ്ഞാലും. സമയം കൂടുതലുള്ളവർക്ക് കൂടുതൽ നേരം വെക്കാം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഇതോടെ വെക്കാം. കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്ത് രസമാണെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ മാവ് ഇത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള പരിവാണ് കേട്ടോ. ഇനി നിങ്ങൾ നല്ല ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് നല്ല വെയിലത്ത് എന്ന് വെച്ചാൽ ചൂടുള്ളടത്ത് വെക്കുക കേട്ടോ. തണവുള്ളടത്ത് വെക്കണേക്കാട്ടി ആ വെക്കണ ഒരു 5 മിനിറ്റ് ഇത്തിരി ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കണ്ട, ഓയിൽ അതിൽ തന്നെ കെടുക്കും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ടയ്ക്ക് ഉണ്ട പിടിക്കണ പോലെ ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കാൻ അറിയുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതേതുപോലെ ഇങ്ങനെ നമ്മുടെ പൊറോട്ടയ്ക്ക് ബോൾ പിടിക്കില്ലേ, അതുപോലെ ഓരോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് പിടിക്കുക. കണ്ടോ, 4 ബോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലും അവിടുത്തെ കൂടുതലിട്ട് ഇതൊരു 4 പൊറോട്ടയ്ക്കുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. 4 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്താം. ഒരു ബോൾ എടുക്കുക. ഫ്ലോറിൽ അത്യാവശ്യം, അതായത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം എണ്ണ ഇടണം. അത് നിങ്ങൾ പരത്തുന്നത് എവിടെയാണോ അവിടെ അത്യാവശ്യം എണ്ണ വേണം കേട്ടോ, എന്നാലും അത് പരക്കുള്ളൂ. കൈ വെച്ചിതേ കണ്ടോ ഇങ്ങനെ ഒന്ന് അമർത്തി ഈ കൈയുടെ ഈ കനള ഈ സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ട് അങ്ങോട്ട് വലിച്ചു കൊടുക്കുക. ഇതേ കറക്റ്റായിട്ട് വരും. ഇവിടെ ഒരു പാത്രത്തിൽ ഡാൽഡയും ഓയിലും, അതായത് 2 സമസം എടുക്കണം. ഇത് താല്പര്യമില്ലാത്തവർക്ക് ഓയിൽ മാത്രം ഉപയോഗിക്കാം. പക്ഷെ ഡാൽഡ ഉപയോഗിച്ചാൽ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് 2 ഇതിലേക്കും മെൽറ്റായിട്ട് കറക്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ ഇത് 4 എണ്ണ കൂടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. മതി. ഇനി നമുക്ക് കല്ല് ചൂടാവാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലും കുറച്ച് ഡാൽഡ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മതി. നല്ല
കൈ വെച്ചിട്ട് നല്ല ഇങ്ങനെ അമർത്തി പരത്തിയെടുക്കുക കേട്ടോ. അത് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് നമ്മുടെ ഈ ഡാൽഡ മിക്സ് നീരൊഴിച്ചു കൊടുക്കുക. നോക്കിയിട്ട് പരിവ് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് പാലുണ്ട്, അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ട അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മുടെ പൊറോട്ട. ലേഴ്സൊക്കെ കണ്ട ഉള്ളിൽ. 2 എണ്ണം വീതമാകുമ്പോൾ ഇപ്പോൾ ഇതിൽ 2 എണ്ണം ആയിട്ടുണ്ട്. അപ്പം ഞാൻ കൈ വെച്ചിട്ടൊന്ന് ചൂടോടെ തട്ടി. അയ്യോ കണ്ടോ, സോഫ്റ്റാണ് കേട്ടോ പൊറോട്ട. നല്ല ചൂടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഞാൻ മൊരിച്ചാണ് എടുത്തേക്കണേ. നിങ്ങൾക്ക് മൊരിക്കാതെ എടുക്കണമെങ്കിൽ എടുക്കാം. ഇവിടെ മൊരിഞ്ഞ പൊറോട്ട ഇഷ്ടം. കണ്ടോ, നല്ല തട്ടിയെടുക്കണം. തട്ടുമ്പോഴാണ് കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ നമ്മുടെ പൊറോട്ട കേട്ടോ. നമുക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ചൂടോടെ തന്നെ തട്ടി കൊടുക്കുക. എൻ്റെ അമ്മച്ചേ, മതി. കണ്ടോ നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് കേട്ടോ. കണ്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ പൊറോട്ട തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. നിങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്, കഴിക്കാനും നല്ല രസമുണ്ട്. ഇപ്പോൾ ഇതിന്ന് പൊട്ടിപ്പോയ 1-2 പീസ് ഇതിൻ്റെയൊക്കെ സെൻറ്ററിൽ നിന്ന് പോകുന്നത് ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോളൂ. ചൂടോടെ അടിക്കണം, കൈയൊക്കെ പൊള്ളും, അതൊന്നും വിഷയമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ സമയമുള്ളവർക്ക് ഇത് എത്ര നേരം വേണമെങ്കിലും മാവ് വയ്ക്കാം, ഇല്ലാത്തവർക്ക് അപ്പം തന്നെ ഇപ്പം ഞാൻ ചെയ്ത പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് വേണം. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വേണം.